വണ്ടി ഓട്ടോ ഓടിക്കുന്നത്. വെള്ളം ഒഴിച്ചാണ് ഇയാൾ ഓട്ടോ ഓടിക്കുന്നത്. കേട്ടോ, വെള്ളം ഒഴിച്ചിട്ട് ബാക്കിയുള്ള ബാക്കി ഇരിക്കുന്ന ആൾക്കാർ എന്തെങ്കിലും പറ്റിയാൽ എന്ത് ചെയ്യും? ഫുഡ് കഴിക്കാൻ വേണ്ടി സ്ഥലം പറഞ്ഞു കൊടുത്തു, അതറിയില്ല. അപ്പൊ നമ്മൾ നമുക്ക് സുഡിയോട് എടുത്താണ്. അപ്പൊ അയാൾ എന്റെ അടുത്ത് പറയാം, സുഡി ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് വെച്ചെന്ന് പറഞ്ഞാൽ എന്റെ അടുത്ത് ചൂടാവും. വെള്ളം ഒഴിച്ച് വീട്ടിൽ പോയിരിക്കുക. വെള്ളം ഒഴിച്ച് എന്തിനാണ് ഓട്ടോ ഓടിച്ച് നടക്കുന്നത് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഇയാൾക്ക് ലൈസൻസ് തന്നെ കട്ടിയാണെന്ന് എനിക്ക് പറയാം. കാരണം അത്രയും പ്രൗഡായിട്ടാണ് ആൾ പറയുന്നത് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നിങ്ങളല്ല കഴിഞ്ഞ സ്റ്റാൻഡിൽ ആ പിള്ളേരോടൊക്കെ എന്തോ ചീത്ത പറഞ്ഞു എന്നൊക്കെ പറഞ്ഞൊരാള്. അല്ല, ഞാൻ ചീത്ത പറഞ്ഞിട്ടില്ല. ഇത് ഓടിക്കാൻ നടക്കുമ്പോൾ ആൾക്കാർ എന്നെ ഓട്ടം വിളിക്കുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇപ്പൊ വന്നേക്കുന്നത്. ഞാൻ എന്നാ ചെയ്യണം? പിന്നെ എന്റെ വണ്ടിയിൽ രണ്ടുപേരും ഒന്ന് കയറി. അവരാ വണ്ടിയിൽ കയറിയപ്പോ അവരൊരു സ്റ്റുഡിയോയുടെ കാര്യം പറഞ്ഞു, എനിക്ക് അറിയത്തില്ല. ഒരു ഹോട്ടലിന്റെ കാര്യം പറഞ്ഞു, എനിക്ക് അറിയത്തില്ല. ഞാൻ ഈ അറിയാണ്ട് ഞാൻ അവരോട് പറഞ്ഞു, അപ്പൊ നിങ്ങൾ ഒരു പണി ചെയ്ത് അറിയാമെങ്കിൽ നിങ്ങൾ കാണിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഉടനെ തന്നെ അവർ ചോദിക്കുവാണ്, ചേട്ടൻ വെള്ളം അടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ വെള്ളം അടിച്ചിട്ടില്ല. വൈകുന്നേരം 7 മണിയായി. ഒരു പറലങ്ങ് കൂടുതൽ വണ്ടി പോയില്ല. അതിപ്പുറം വണ്ടി ഇവിടെ നിർത്തുകയും ചെയ്തു. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. പൊതുവേ ഞാൻ വീഡിയോ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ഞാനൊരു ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്ത് ഫ്രെയിമിൻ്റെ മുകളിൽ ഫോണൊക്കെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് എനിക്ക് അതിലൊന്നും താല്പര്യമില്ല. ഞാൻ കരുതി അതിലൊന്നും ആവശ്യമില്ല, വളരെ ഫ്രീ ആയിട്ട് കൂളായിട്ട് നമുക്കൊന്ന് നടന്നിട്ടൊക്കെ ഒന്ന് സംസാരിക്കാമെന്ന് കരുതിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫ്രം ദി ഇൻട്രോ വീഡിയോ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിച്ച് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഈ ഒരു സാധനമാണ്. അപ്പോൾ നമുക്കിതിനെപ്പറ്റി സംസാരിക്കാണ്ടിരിക്കാൻ ഒരിക്കലും പറ്റാത്ത സ്ഥിതിക്കാണ് നമ്മളിത് സംസാരിക്കുന്നത്. അപ്പോൾ കണ്ടന്റ് എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. ഫസ്മിന സാക്കിർ, ഈ ഫസ്മിന സാക്കിർ റിലേറ്റ് ചെയ്തിട്ടുള്ള കോൺട്രവേഴ്സി സോഷ്യൽ മീഡിയയിൽ ഒരിക്കലും അടങ്ങില്ല എന്നാണ് തോന്നുന്നത്. കുറച്ച് കാലം തൊപ്പി, പിന്നെ അതിന് ശേഷം ഇൻ്റർവ്യൂ, തൊപ്പി വിവാദം, അത് കഴിഞ്ഞതിന് ശേഷം ലല്ലുബീബിൻ്റെ വിവാദം, അത് കഴിഞ്ഞൊരു ജെൻ്റെ വിവാദം, ഇപ്പം എല്ലാം കഴിഞ്ഞിട്ട് ആൾക്കാരെ ട്രോൾ ചെയ്ത് നടക്കുന്നു. കാരണം ആൾ കരുതി ആളുടെ സൈഡിൽ പന്ത് കിട്ടി. കാരണം ആൾക്ക് ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്ക് കിട്ടിയത് തൊപ്പീൻ്റെ കോൺട്രവേഴ്സിയിലായിരുന്നു. ലല്ലൂബിക്ക് കുറേ സപ്പോർട്ട് ഉണ്ടായിരുന്നു, പിന്നെ എൻഡിലോട്ടാണ് ലല്ലൂബി ഊബിപ്പോയത്. പക്ഷേ ഫസ്റ്റ് തൊട്ടിട്ടേ തൊപ്പിയുടെ ഒരു കോൺട്രവേഴ്സിയിൽ ആൾക്ക് കംപ്ലീറ്റ് നെഗറ്റീവാണ്. തൊപ്പീൻ്റെ ഫസ്മിനെ തേച്ചു, അത് ഇത് അങ്ങനെ കുറേ സാമഗ്രികളായിരുന്നു. അപ്പോൾ തൊപ്പി ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ സ്ക്രൂഡായി നിൽക്കുന്നതുകൊണ്ട് തന്നെ തൊപ്പീനെ അങ്ങ് ആക്കാൻ വേണ്ടിയിട്ട് ചേച്ചി കുറേ റീൽസൊക്കെ ഇട്ട് ഇങ്ങനെ ഷൈൻ ചെയ്ത് പോകുമായിരുന്നു. അതിൻ്റെ ഇടയിലാണ് പണി വാളും വെള്ളത്തിൽ കിട്ടിയ പോലെ ഒന്ന് കിട്ടിയത്. അപ്പോൾ അതാണ് ഞാൻ തുടക്കത്തിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ. വേണേൽ ആ വീഡിയോൻ്റെ ഭാഗങ്ങൾ ഈ സൈഡിൽ കൂടെ കാണാം. വീഡിയോ എന്താണെന്ന് വെച്ചാൽ സിമ്പിൾ, ഫസ്മിനേൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് എന്നൊക്കെയാണ് കേട്ടത്. വീഡിയോയിൽ കാണുന്നില്ല. ഫ്രണ്ടും എല്ലാവരും കൂടെ ഒരു രാത്രി പുറത്തിറങ്ങിയതാണ്. ഒരു ഓട്ടോ ചേട്ടൻ്റെ അടുത്ത് സ്റ്റുഡിയോയിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ ഓട്ടോ ചേട്ടൻ ഏത് സ്റ്റുഡിയോ എന്ന് ചോദിച്ചു. പിന്നെ ഈ ഫസ്മിന പറഞ്ഞ സ്ഥലത്ത് ഓട്ടോ ചേട്ടൻ കൊണ്ടുപോയില്ല എന്നുള്ളതും ഓട്ടോ ചേട്ടൻ മദ്യപിച്ചിട്ടാണ് വണ്ടി ഓടിച്ചത് എന്നുള്ള 2 സ്റ്റേറ്റ്മെൻറ്റാണ് ഫസ്മിനോട് പറയുന്നത്. ഇതാണ് വിഷയം. ഇത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നു. ഫസ്മിനെ പോലുള്ള പേജ് ആയതുകൊണ്ട് തന്നെ ഒരു ദിവസം വൈറലാവുന്നു. അതിനുശേഷം ഓട്ടോക്കാരൻ്റെ സൈഡ് പറഞ്ഞുകൊണ്ട് വരുന്നു. അതും ഞാൻ തുടക്കത്തിൽ കാണിച്ചു തന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ ചേട്ടൻ പറഞ്ഞു, ഞാൻ കള്ളു കുടിച്ചിട്ടില്ല, ഞാൻ കള്ളു കുടിച്ചു എന്നാണ് പറയുന്നതെങ്കിൽ ഞാൻ 1,00,000 രൂപയും എൻ്റെ ഓട്ടോയും തരാൻ റെഡിയാണ്. ഇപ്പം എൻ്റെ ഓട്ടോയിൽ ആൾക്കാർ കയറുന്നില്ല, എനിക്ക് കള്ളുകുടിയൻ എന്ന് പറയുന്ന ഒരു ലേബൽ വന്നു, ഞാൻ അങ്ങനത്തെ ഒരാളല്ല, ഇവർ ഈ പറഞ്ഞ സ്റ്റുഡിയോ എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഒരു വ്ളോഗറിൻ്റെ പേജിലാണ് വന്നത്. അപ്പം പുള്ളി ഡിഫമേഷന് കേസ് കൊടുത്തിട്ടുണ്ട്. ഫസ്മിന താത്ത വീഡിയോ അങ്ങ് കയറി മുക്കിയിട്ടുമുണ്ട്. ഇതാണ് സംഭവം. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ആദ്യത്തെ ഒരു കാര്യം, ഈ സോഷ്യൽ മീഡിയനെ ഇങ്ങനത്തെ തരത്തിലുള്ള കണ്ടൻറ്റ് കൊണ്ട് റീച്ചാക്കാൻ നടക്കുന്ന ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്. ഫസ്മിനെ ഒരിക്കലും റീച്ചാക്കാൻ നടക്കുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഫസ്മിനയ്ക്ക് ആവശ്യത്തിലധികം റീച്ച് സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും എല്ലാത്തിലും ഉണ്ട്. മേ ബി ഫസ്മിനയുടെ ഒരു റീച്ച് അല്ലെങ്കിൽ ഹൈലൈറ്റ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ട്രെൻഡിങ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മോട്ടിവേഷൻ ഇതിനു വേണ്ടി കാണിച്ചതാവാനാണ് ചാൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയേൻ്റെ ഒരു ട്രെൻഡിങ് ആണ്, ഒരാൾ തോണ്ടിയാൽ തോണ്ടലിന് റിയാക്ട് ചെയ്യലല്ല പണി, ഫസ്റ്റ് വീഡിയോ എടുത്തിട്ട് അവൻ എന്നെ തോണ്ടുന്ന ദൃശ്യം പകർത്തുക, എന്നിട്ട് ഇടുക, അതിന് ശേഷം റിയാക്ട് ചെയ്ത്. അതാണ് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയേൻ്റെ ഒരു ട്രെൻഡിങ് എന്ന് പറയുന്നത്. പല ആൾക്കാരും അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫസ്മിന താത്തയും വീഡിയോ എടുത്തപ്പോൾ ചിലപ്പോൾ അതായിരിക്കും ഉദ്ദേശം. അല്ലെങ്കിൽ ഫസ്മിന താത്ത ഒരു മോട്ടിവേഷനാണ്. ഇനിയും നിങ്ങൾ വണ്ടി പോകുന്ന സമയത്ത് ആരെങ്കിലും ഇങ്ങനെ പെരുമാറുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോ എടുത്ത് അങ്ങ് സോഷ്യൽ മീഡിയയിൽ ഇട്ടോ എന്നുള്ളൊരു മോട്ടിവേഷൻ. അല്ലെങ്കിൽ മൂന്നാമത്തത് തൻ്റെ റീച്ച്, തൻ്റെ പേജ് ഇത്ര ആൾക്കാർ കാണും, അയാളെ കാണിച്ചു കൊടുക്കാം എന്നുള്ളൊരു ത്വര. എന്ത് ത്വരയാണെങ്കിലും ത്വരയിലൊരു സത്യമില്ലെങ്കിൽ പണി പാലും വെള്ളത്തിൽ കിട്ടും എന്നുള്ളത് താത്ത മനസ്സിലാക്കിയില്ല. ഇപ്പോൾ താത്തയ്ക്ക് മനസ്സിലായി കിട്ടിയെന്ന്. അതുകൊണ്ട് അവയും വീഡിയോ റിമൂവ് ചെയ്ത് പോയ ഫസ്മിന എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭാഗത്ത് ശരി ഉണ്ടായിരുന്നെങ്കിൽ അവരൊരിക്കലും ആ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്യില്ല.
അവർ ആ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഭാഗത്ത് എന്തോ ഒരു കള്ളത്തരമുണ്ട് എന്നുള്ളത് 100% ഷുവറാണ്. ആൻഡ് കിട്ടിയ ഒരു ചാൻസിൽ സത്യാവസ്ഥ മനസ്സിലാക്കാണ്ട് നേരെ ചാടി കയറി റിയാക്ട് ചെയ്തതായിരിക്കാം ഫസ്മിന ചെയ്തത്. കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു 10 ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ ഞാൻ വലിയ റീച്ചായി, ഞാനെന്തോ സംഭവമായി, ഞാനെന്തോ സെറ്റപ്പാണ്, ഇനിയുള്ള ആൾക്കാരെല്ലാം എൻ്റെ കീഴിലായിരിക്കണം എന്നുള്ള ആറ്റിറ്റ്യൂഡ് ചില ആൾക്കാർക്കുണ്ട്. ചിലപ്പോൾ അതിൻ്റെ ഒരു പ്രഹസനമാണ് കാണിച്ചത്. എന്തായാലും പാവപ്പെട്ടൊരു മനുഷ്യൻ, അയാൾ എന്തേലൊക്കെ ചെയ്ത് സൈഡിൽ കൂടെ ജീവിച്ചോട്ടെ. എൻ്റെ പൊന്ന് ഫസ്മിന താത്ത, ഈ ലോകത്തുള്ള എല്ലാവർക്കും ഈ സ്റ്റുഡിയോ അല്ലെങ്കിൽ മാത്സ് H&M ഒന്നും അറിയണമെന്നില്ല. ഇപ്പോൾ ഞാൻ വയനാട്ടിൽ H&M ഇല്ലല്ലോ, ഇല്ല. അപ്പോൾ നമുക്കിവിടെ സ്റ്റുഡിയോ മാത്സ് ഒക്കെയാണുള്ളത്. ഇവിടുത്തെ ഒരാളുടെ അടുത്ത് നിന്നിട്ട് H&Mനെ പറ്റി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അറിയണമെന്നില്ല. പ്രത്യേകിച്ച് നമ്മുടെ വല്യമ്മമാർ, അച്ഛമ്മമാർ, അമ്മമ്മമാർ, കുറച്ച് പ്രായം കൂടിയിട്ടുള്ള ആൾക്കാർ. ഇപ്പോൾ ഗേൾസിൻ്റെ പല ഷോപ്പുകളും പല പ്രൊഡക്റ്റും പല ബ്രാൻഡും. ഇപ്പോൾ എൻ്റെ ബ്രദറുണ്ട്, ആൾ അത്യാവശ്യം അറിയാലോ, 90s കിട്ടാം. അവൻ്റെ അടുത്ത് നിന്നിട്ട് ഞാൻ എൻ്റെ ലിപ്സ്റ്റിക്കിന് ഒരു 10 ബ്രാൻഡ് പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ പറയണമെന്നേ ഇല്ല. ദാറ്റ് ഡസൻറ്റ് മീൻ ഈ ലിപ്സ്റ്റിക്കിന് ബ്രാൻഡ്സ് ഇല്ല എന്നുള്ളത്. അത് അറിയണമെന്നില്ല. ഇപ്പോൾ ആണുങ്ങളുടെ കാർ ആക്സസറീസുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയണമെന്നില്ല, എനിക്കറിയില്ല എന്ന് കരുതി അങ്ങനെ ഒരു ഷോപ്പില്ല എന്നല്ല. അപ്പോൾ എല്ലാവർക്കും എല്ലാം അറിയണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റുഡിയോ മൂവാറ്റുപുഴ ആകെ ഒരു സ്റ്റുഡിയോയേ ഉള്ളൂ. ആ സ്റ്റുഡിയോ മൂപ്പർക്ക് അറിയില്ല. മൂപ്പർ എന്താ സ്റ്റുഡിയോയിൽ ജനിച്ച ആളാ? സ്റ്റുഡിയോയിലാണോ മൂപ്പരുടെ കുടുംബം? മൂപ്പർ പെറ്റ് വീണ സ്റ്റുഡിയോയിലാണോ? ഈ ഫസ്മിനെ സ്റ്റുഡിയോ പറയുമ്പോഴേക്ക് സ്റ്റുഡിയോ പോകാൻ ഇങ്ങനെ കുറേ എണ്ണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഒരു പണിയുമില്ല, രാവിലെ തന്നെ ഇറങ്ങുക, ക്യാമറ വെച്ചിട്ട് ഇങ്ങനത്തെ ഓരോ വീഡിയോസ് എടുക്കുക. ഇപ്പോൾ ദീപക്കിൻ്റെ ഒരവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഷിംജിത വന്നു, വീഡിയോ എടുത്തു, അതാക്കി, ദീപക്ക് ഇല്ലാണ്ടായി, പിന്നെ ഷിംജിത കുറച്ച് ജയിലിൽ കടന്നു, ഇപ്പോൾ ഷിംജിത ഇറങ്ങി, ഷിംജിതൻ്റെ ജീവിതമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. ആർക്കാ പോയത്? ദീപക്കിൻ്റെ ഫാമിലിക്കും. വേറെ ആർക്കും നഷ്ടം ഉണ്ടായോ? കുറച്ച് ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. ഈ തരത്തിലുള്ള കാര്യങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിർബന്ധമായിട്ടും പോലീസ് നിയമം വേണം. ഇപ്പോൾ ഈ പെർട്ടിക്കുലർ വ്യക്തി എവിടെ ഉള്ളതാണ് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല, ഞാൻ ആ വ്ളോഗ് കൂടെ കണ്ടിട്ടില്ലല്ലോ. ആളുടെ കൂടെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഇതിന് സത്യം നീതി കിട്ടാൻ വേണ്ടി നിൽക്കുക തന്നെ ചെയ്യണം. ഇല്ലെങ്കിൽ ഇതിന് സോഷ്യൽ മീഡിയയിൽ കൂടിക്കൊണ്ടിരിക്കും. പെൺകുട്ടികളാണ്, എന്തും ചെയ്യാം, എവിടെയും ചെയ്യാം, എന്തും പറയാം, എനിക്ക് നീതി കിട്ടണം എന്നുള്ളൊരു കാലമൊക്കെ ഇനി മാറാൻ ടൈമായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അയാളുടെ വീഡിയോ കണ്ട സമയത്ത് ശരിക്കും വിഷമം തോന്നി. അയാളുടെ ഏർണിംഗ് ആണ് ഈ ഓട്ടോ എന്ന് പറയുന്നത്. ഇപ്പോൾ അയാളുടെ ഓട്ടോയിൽ ആൾക്കാർ കയറുന്നില്ല. അയാൾ ഏൺ ചെയ്താലേ ആ കുടുംബം റൺ ചെയ്ത് പോകാൻ പറ്റൂ. നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്? നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ ബിസിനസ് ഉണ്ട്, ഇനി അതല്ലാണ്ട് വേറെ എന്തോ സ്റ്റോറുണ്ട്, സോഷ്യൽ മീഡിയയിൽ കണ്ടൻറ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഈ വീഡിയോ എടുക്കുന്ന നേരം പോരെ അവിടെ 4 ആളെ വിളിച്ച് റിയാക്ട് ചെയ്യാൻ. എന്നാൽ കുറച്ചും കൂടെ അതിന് ഫസ്മിനെ പറയുന്ന 4 ആൾ വിശ്വസിച്ചേനെ. 4 ആൾ അവിടെ വിളിച്ചിട്ട് ഈ ചേട്ടൻ കള്ളു കുടിച്ചിട്ടാണ് വണ്ടി ഓടിക്കുന്നതെന്ന് പറഞ്ഞാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ. പിന്നെ അനാവശ്യമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കാണ്ട് നിൽക്കുക. നിങ്ങൾ എത്രയൊക്കെ ആണെങ്കിലും ഈ ലോകം അത്രമാത്രം സേഫായിട്ടുള്ളതല്ല. എല്ലാ സോഷ്യലി നടക്കുന്ന പ്രശ്നങ്ങളിലും കയറി ഒച്ചപ്പാടുണ്ടാക്കാനും തല്ലുവിളി ഉണ്ടാക്കാനും തെറിവിളി വിൽക്കാനും അത്രത്തോളം സാമൂഹികമായി അടിപൊളിയായിട്ടുള്ളൊരു ലോകമൊന്നും അല്ലത്. അത് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ ചിലപ്പോൾ കള്ളു കുടിച്ചിട്ടാണ് അയാൾ വണ്ടി ഓടിച്ചത്, അല്ലാന്നാണ് ആണ് വണ്ടി ഓടിച്ചതെങ്കിൽ റിയാക്ട് ചെയ്യുക വളരെ മാന്യമായി. റിയാക്ട് ചെയ്യണ്ടെങ്കിൽ ആ ചേട്ടാ വണ്ടി എടുത്ത് ഞാൻ വേറെ വണ്ടി പോവാം എന്ന് പറഞ്ഞിട്ട് ആ വിഷയം കുറേ സിറ്റുവേഷനിൽ നമ്മൾ അങ്ങനെ തീരുമാനം എടുത്താൽ പിന്നെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തീരും. ഞാൻ ഇയാളെയല്ല പറയുന്നത്. ചിലപ്പോൾ ഇപ്പോൾ ഒരു വളരെ മോശം ബിഹേവിയറുള്ള 4 ആൾ റൂട്ടിൽ നിന്നിട്ട് നമ്മളെ വായി നോക്കി കമൻ്റ് അടിക്കുക. മറ്റേ ഡ്രഗ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, ഒരുമാതിരി കണ്ടാൽ തന്നെ ഒരു ഗുണ്ടാ സ്റ്റൈലുള്ള ആൾക്കാരാണ്. നമ്മളമ്മമാരെ കൂടെ കയറി തെറിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നാട്ടുകാരുണ്ടാവും. വേറെ ഏതേ സിറ്റുവേഷനിൽ ഉമ്മാർക്ക് പക തോന്നിയിട്ടുണ്ട്, ഉമ്മാരെ ആസിഡ് ഒഴിക്കാനും തല്ലാനും പുറകെ വന്ന് പിടിക്കാനും ഇനി അതിലും അപ്പുറം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ആ സിറ്റുവേഷനിൽ നമുക്കിപ്പോൾ നാട്ടുകാരെ കിട്ടണമെന്നില്ല, ഫ്രണ്ട്സിന് കിട്ടണമെന്നില്ല, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, ചിലപ്പോൾ പോലീസിന് കിട്ടണമെന്നില്ല. എല്ലാ സിറ്റുവേഷനിലും എല്ലാവരും ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ ചില സിറ്റുവേഷൻസുകൾ നമ്മളങ്ങ് ഒഴിവാക്കുക. അല്ലെങ്കിൽ അങ്ങനെ സിറ്റുവേഷനിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഏരിയയിൽ ഒരാൾ വന്ന് വെറുപ്പിക്കുന്നുണ്ടെങ്കിൽ ലീഗൽ അതോറിറ്റീൻ്റെ അടുത്തോ ഫാമിലീൻ്റെ അടുത്തോ പറയുക. അങ്ങനെയും കൂടെ കുറച്ച് ഇത് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒരു മൊബൈൽ ഫോണും കിട്ടിയതോടുകൂടി വേണ്ടതും വേണ്ടാത്തടത്തും പോയിട്ട് കുറേ എണ്ണങ്ങൾ ഇങ്ങനൊരു ഡോഗ് ഷോ കാണിക്കുന്നുണ്ട്. ഞാൻ ഇതൊരിക്കലും ഫസ്മിനെ പറയാനല്ല, ഫസ്മിനേക്ക് ഇത് പറഞ്ഞാലും ഒന്നും മനസ്സിലാവാനോ അല്ലെങ്കിൽ ഇത് തലയിൽ കയറാനോ ഇത് നിർത്താനോ ഒന്നും പോകുന്നില്ല. ഇനിയും ഇങ്ങനത്തെ ഓരോ കളികൾ കളിച്ചുകൊണ്ട് നിൽക്കും. പക്ഷേ ആ കളി എന്തെല്ലാം ചെയ്യേണ്ടതെന്ന് അറിയോ? തൊപ്പീനെ എക്സ്പോസ് ചെയ്യാൻ. തൊപ്പി എന്ന് പറയുന്നത് MZ എന്ന് പറയുന്ന ഗ്യാങ് എന്താണെന്നുള്ളത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എക്സ്പോസ് ചെയ്യുക. അത് ഏറ്റവും കൂടുതൽ എക്സ്പോസ് ചെയ്യാൻ പറ്റുന്ന ഒരാളുണ്ടായോ ഫസ്മിന. അത് 4 ആളോട് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ട് അതിനൊരു തീരുമാനം ഉണ്ടാക്കുക. അതൊരു സാമൂഹിക പ്രതിബദ്ധതയാണ് ഫസ്മിന, അല്ലാണ്ട് ഈ ഒന്നും ചെയ്യാതെ പാവങ്ങളുടെ മെക്കിട്ട് കയറുന്നതല്ല. ഓക്കെ, ബൈ ഗൈസ്.